ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പീരുമേടിന്റെ ജനവാസ മേഖലയിൽ കാട്ടാനയുടെ ശല്യം സജീവമാകുകയാണ്. ഇന്നലെ കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ കുട്ടിക്കാനത്തിനും പീരുമേടിനുമിടയിൽ തട്ടാത്തിക്കാനം മരിയഗിരി സ്കൂളിന് സമീപം രാത്രി ദേശീയപാതയിൽ കാട്ടാന നിലയുറപ്പിച്ചിരുന്നു. ഇതിനുശേഷം താഴെ ജനവാസ മേഖലയിലേക്കാണ് കാട്ടാന ഇറങ്ങിപ്പോയത്. നിലവിൽ ആശങ്കയോടെയാണ് പ്രദേശവാസികൾ കഴിയുന്നത്. സ്കൂളിന് സമീപം ആന വന്നതുമൂലം സ്കൂളിന്റെ പ്രവർത്തനത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയാണ് സ്കൂൾ അധികൃതർക്ക് ഉള്ളത്. പരീക്ഷാ സമയം അടുത്തിരിക്കെ വൈകുന്നേരം സ്പെഷ്യൽ ക്ലാസുകൾ അടക്കം നടത്തുവാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഇവയൊന്നും വേണ്ടെന്ന് വെക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. 2025 ജനുവരി 29 രാത്രി 9:20 പീരുമേട് മരിയഗിരി സ്കൂളിന്റെ സമീപത്തുകൂടി ആന കടന്നുപോയത് വീണ്ടും വലിയൊരു പരിഭ്രാന്തി പരത്തിയിരിക്കുകയാണ്. നവംബർ മാസത്തിലാണ് ഇതുപോലെ ഇതിനു മുമ്പ് സംഭവിച്ചത്. അപ്പോൾ പരാതിപ്പെടുകയും പഞ്ചായത്തും അതുപോലെ MLAയും MP ഒക്കെ ഇടപെടുകയും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഇടപെടുകയും 2 ആഴ്ചക്കാലം ഇവിടെ RRT ടീം എപ്പോഴും സജീവമായിട്ട് മുഴുവൻ സമയം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ 2 ആഴ്ചകൾക്ക് ശേഷം പിന്നീട് അങ്ങനെ ആനശല്യം ഉണ്ടായിരുന്നില്ല. 2 മാസത്തിന് ശേഷം വീണ്ടും ഇന്നലെ വന്നത് വലിയൊരു ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം വിദ്യാർത്ഥികൾക്ക് പരീക്ഷയൊക്കെ അടുത്തു വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ കൂടുതൽ സമയം ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ആന വരുന്നു എന്നത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തട്ടാത്തിക്കാനം ഈ പ്രദേശത്തുള്ള എല്ലാവരെയും സംബന്ധിച്ച് ആ താഴ്ഭാഗത്തേക്കാണ് ആന പോയിരിക്കുക. അവിടെയുള്ളവരെയൊക്കെ സംബന്ധിച്ച് വലിയ ആശങ്കയും ഭീതിയുമാണ് ഉണ്ടാക്കിയിരിക്കുക. അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന വലിയ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ളത്. എല്ലാ രീതിയിലും ഇടപെടേണ്ടവർ ഇടപെട്ടുകൊണ്ട് ഈ ആനശല്യത്തിൽ നിന്ന് ഒരു ശാശ്വത പരിഹാരം നൽകണമെന്ന് വിനീതമായ ഒരു അഭ്യർത്ഥന ഞങ്ങൾ. നവംബർ മാസത്തിലും ഇതേ സ്ഥലത്ത് കാട്ടാന ദേശീയപാതയിൽ എത്തിയിരുന്നു. അന്ന് ബസ് കാത്തിരുന്ന കുട്ടികൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തിരുന്നു. വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുവാൻ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. RRT ടീം അടക്കം മേഖലയിൽ ഉണ്ടെങ്കിലും ഇതൊന്നും വേണ്ട വിധം പ്രയോജനപ്പെടുത്തുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു. നിലവിൽ കാട്ടാന ജനവാസ മേഖലയിൽ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. രാത്രിയും പകലും പോലും വീടിന് പുറത്തിറങ്ങുവാൻ ആളുകൾ ഭയപ്പെടുകയാണ്. കാട്ടാന ഇറങ്ങിയ ഭാഗത്ത് സ്കൂളും കോളേജും അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ രാത്രിയും പകലുമായി വിനോദസഞ്ചാരികളടക്കം നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. തട്ടാത്തിക്കാനത്തെ പൈൻ ഫോറസ്റ്റ് സഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെയാണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. കാട്ടാന ഇറങ്ങിയ മേഖലയിൽ ആളുകളുടെ കൃഷിയും വ്യാപകമായി നശിപ്പിക്കുന്നതും പതിവായി മാറിയിരിക്കുകയാണ്. വിഷയത്തിൽ ഭരണപ്രതിപക്ഷമന്യേ നിരവധി സമരങ്ങൾ പീരുമേട്ടിൽ നടത്തിയെങ്കിലും കാട്ടാന വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പീരുമേട്.